പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു. ആൾ വലിയ ആൾ തന്നെയാണ്. ആ ആളെനിക്ക് പരിചയപ്പെടുത്തിയ ഉസ്താദുമാരുണ്ട് കണ്ണിയത്ത്. ബഹുമാനപ്പെട്ട ശൈഖുന എ.കെ. അബൂബക്കർ മുസ്ലിയാർ ശംസുൽ, അവരൊക്കെ വലിയ ആളുകളാണ്. അവരൊക്കെ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു. അതൊക്കെ വലിയ അവരെ അക്കല് ജഡ്ജ്മെൻ്റ് ചെയ്ത് ഞാൻ സ്വീകരിച്ചു. അവരോ അവർക്കപ്പുറമുള്ളവർ ജഡ്ജ്മെൻ്റ് ചെയ്ത് അവർ സ്വീകരിച്ചു. അവരോ അങ്ങനെ അങ്ങനെ പോയാൽ താബിഈങ്ങൾ താബിഈങ്ങളെ ജഡ്ജ്മെൻറ്റ് സ്വീകരിച്ചു. താബിഈങ്ങളോ സ്വഹാബത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് സ്വീകരിച്ചു. സ്വഹാബത്തോ നബിയുടെ ജഡ്ജ്മെൻറ്റ് സ്വീകരിച്ചു. ഓരോരുത്തരും അവരുടെ അക്കലിൻ്റെ കമ്മിയെ മനസ്സിലാക്കി. ഇതാണ് ദീന്. വഹാബി കാലഘട്ടം ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ്. അതായത് 1902 1902 കൂടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? അവർ അക്കലിനെ ജഡ്ജിയാക്കി. മുൻഗാമികളെ തള്ളി സ്വന്തം അക്കലിനെ ജഡ്ജിയാക്കി. അവിടെ പെച്ചു. നബിയുടെ ജഡ്ജ്മെന്റ് സ്വീകരിക്കുകയാണ്. ഉദാഹരണം പറയാം, നബി പറഞ്ഞൊരു സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നറിയോ? ഒരാൾ അയാളുടെ കൃഷിയിടത്തിൽ നിന്ന് അയാളുടെ പശുവിനെയും കൊണ്ടുപോവുകയായിരുന്നു. കാള അല്ലെങ്കിൽ പശു ഇങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ ഇരുട്ടി. റസൂലുള്ള പറഞ്ഞു കൊടുക്കുക ഈ സംഭവം. ഇസ്രായേലി കാലത്ത് കഴിഞ്ഞ ഒരു സംഭവം പറയാം. ഇരുട്ടിയപ്പോൾ അയാൾക്ക് വെളിച്ചല്ല. നാക്കാലികൾക്ക് പിന്നെ രാത്രിയും കണ്ണ് കാണും. അപ്പം അയാൾ ഫറക്കിബ അല ബഖറത്തിഹി, അയാളെ പശുവിൻ്റെ പുറത്ത് കയറി. ഫൽതഫത്തിൽ ബഖറത്തു, അപ്പോൾ ബഖറത്ത് ഈ പശു അയാളുടെ നേർക്ക് തിരിഞ്ഞു. യാ ഫുലാൻ ഇന്നാ ലം നുഖ്ലഖി ലിഹാദാ, ഏ മനുഷ്യ, ഞങ്ങളെ പുറത്ത് കയറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വർഗമല്ല. വഇന്നമാ ഖുലിഖ്നാ ലിഹിറാസത്തിൽ അർളി, ഞങ്ങൾ ഏറെ ചെയ്യേണ്ട സേവനം, ഞങ്ങൾ നിങ്ങൾക്ക് പാല് കൊടുത്തരും മറ്റതൊക്കെ തരും. ഏറെ ചെയ്യേണ്ട സേവനം, പരമാവധി ചെയ്യേണ്ട സേവനം കൃഷി ചെയ്യുന്നതിൽ നിങ്ങളെ സഹായിക്കൽ മാത്രമാണ്. പുറത്ത് കയറാൻ ഞങ്ങളെ പഠിച്ചിട്ടില്ല. അതിന് കഴുത, കോവർ കഴുത, കുതിര, ഇതിനൊക്കെ പഠിച്ച് ഞങ്ങളെയല്ല. നീ എന്നെ അള്ളാഹു നിനക്ക് വേണ്ടി എന്തിന് പഠിച്ചോ അതിനുപയോഗപ്പെടുത്തണം. അതിനപ്പുറത്തേക്ക് ഉപയോഗപ്പെടുത്തിയാൽ അക്രമമാണ്. ആര് പറഞ്ഞു? ഈ പശു പറഞ്ഞു. ഫനസലമിനൽ ബക്കറത്തി, അയാൾ പെട്ടെന്ന് പശുവിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി പശുവിൻ്റെ കൂടെ നടക്കുകയും ചെയ്തു. ഈ സംഭവം പറഞ്ഞ് അപ്പോൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞവരാണെങ്കിലും വിശ്വസിക്കാത്ത ഒരു ജനത ബാക്കിലുണ്ടായിരുന്നു, മുനാഫിക്കുകൾ. അവരെന്ത് ചെയ്തു? അവർ തമ്മിൽ തനാളറു തലാഹക്കു, അവർ പരസ്പരം നോക്കി അന്യോന്യം ചിരിക്കാൻ തുടങ്ങി. യഖൂൽ, എന്നിട്ട് അയാൾ പറഞ്ഞു, ഇപ്പം മൂപ്പര് പറയുന്നത് ബഖറത്തുൻ തതകല്ലം, പശു വർത്താനം പറഞ്ഞു അത്രേ എന്നാണ്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് ബുഖാരിയിലുണ്ട്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഹദീസ് നബിയെ ഇഷ്ടമില്ലാത്ത ആളുകളാണ് മുനാഫിക്കുകൾ. അവരിങ്ങനെ ലാഭത്തിന് വേണ്ടി വന്നിരിക്കുക, അത്രയേ ഉള്ളൂ. ഉള്ളിൽ അവർക്ക് നബിയില്ല. അപ്പോൾ അവർ ബാക്കിലിരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു തെനാളറും, അവർ പരസ്പരം നോക്കി. ഇപ്പോൾ തലാഹക്കോ അങ്ങോട്ട് നോക്കി ചിരിച്ചു, അന്യോന്യം നോക്കി ബാക്കിൽ ഇങ്ങനെ തല താഴ്ത്തി പരസ്പരം നോക്കി ചിരിച്ചു. യഖൂൽ, ഇപ്പം എന്ത് പറഞ്ഞപ്പോൾ എന്ത് പറയാണ്? ബഖറത്തുൻ തതകല്ലം, പശു സംസാരിക്കാത്രേ. ഫതഹയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇരിപ്പിടത്തിൽ റസൂലുള്ള ഒന്ന് കരുതിയിരുന്നു, ഒന്ന് ഒരുങ്ങിയിരുന്നു. ഫഖാല, റസൂലുള്ള പറഞ്ഞു, വഹ്യുൻ നസല ബിഹി ജിബ്രീൽ, ജിബ്രീൽ തന്ന വഹയാണ്. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു. അബൂബക്കറും വിശ്വസിച്ചു. ഉമറും വിശ്വസിച്ചു. ഈ ഹദീസിൽ ബുഖാരി കൊടുക്കുന്നത് വമാഹുമാ സമ്മ, ഈ രണ്ട് വ്യക്തികളും അപ്പോൾ ആ സദസ്സിൽ ഇല്ല. ഭയങ്കര ഇല്ലാത്തവരെ പറ്റി നബി ഉറപ്പ് പറഞ്ഞു. ഞാനും വിശ്വസിച്ചു. ആദ്യം കിട്ടുന്ന സംഭവം. എന്നിട്ട് നബി പറയാണ് എന്ത്? വഹ്യുൻ നസല ബിഹി ജിബ്രീൽ, ഇത് ജിബ്രീൽ ഇറക്കി തന്ന വഹ്യാണ്. ആമൻതു ബിഹി, ഞാൻ ആ വഹയിൽ വിശ്വസിച്ചു. അബൂബക്കർ വിശ്വസിച്ചു. ഉമറും വിശ്വസിച്ചു. അതിൻ്റെ അപ്പുറത്ത് ബ്രാക്കറ്റ് കൊടുക്കുകയാണ് വമാഹുമാ സമ്മ, ആ രണ്ട് വ്യക്തികളും അപ്പോൾ ആ സദസ്സിൽ ഇല്ല.
എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ എന്ത് പറഞ്ഞാലും ബുദ്ധിയുടെ ജഡ്ജ്മെൻറ്റ് അബൂബക്കർ ചെയ്യൂല, ഉമറും ചെയ്യൂല. ഞാൻ പറഞ്ഞതിൽ ബുദ്ധിയുടെ ജഡ്ജ്മെൻറ്റ് ഇല്ല. ജിബ്രീൽ കൊണ്ടുവരുന്നതിൽ എനിക്ക് ബുദ്ധിയുടെ ജഡ്ജ്മെൻ്റ് ഇല്ല. അമൻതു ബിഹി, ജിബ്രീൽ ഇറക്കി തന്നു, ഞാൻ വിശ്വസിച്ചു. ഞാൻ ആ കാലത്ത് ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഇസ്രായേലി കാലത്ത് നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ജിബ്രീൽ എനിക്ക് ആ വഹി തന്നപ്പോൾ ഞാനത് വിശ്വസിച്ചു. പിന്നെ എനിക്ക് രണ്ടാളെ കിട്ടിയിട്ടുണ്ട്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു. അവർ വിശ്വസിക്കുന്നല്ല, ആമൻതു ബിഹി അന വ അബൂബക്കറിൻ വ ഉമറു വമാ ഹുമാ സമ്മ. രണ്ടാളോടല്ല. അക്കൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ തിരിഞ്ഞാൽ നമ്മൾ തകരും. അതാണ് ഇപ്പം നമ്മളെ തകർച്ചയുടെ അടിസ്ഥാനം. അക്കലാണ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്.